ഒന്നും പറയില്ല. എനിക്ക് പറയാൻ അറിയില്ല എന്താ പറയാ ഞാനതിന്. കറക്റ്റ് മഞ്ജു ചേച്ചി ആ മൂവിയിൽ ചെയ്ത എക്സാക്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ് അഫ്ന കളിച്ചത്. എത്ര ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുത്തേ? ഇത് 2 ആഴ്ച. 2 ആഴ്ച കൊണ്ട് പഠിച്ചു തീർത്തു. കൂടെ കളിച്ചവരും അതെ, പെർഫെക്റ്റ് കോർഡിനേഷൻ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞാനൊന്നും പറയുന്നില്ല, അവർക്ക് പറയാനായിട്ട് കുറെ ഉണ്ടാവും. വിവേകേട്ടാ, ഞാൻ വളരെ കുറച്ചേ പറയുള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് അറിച്ചുകൊണ്ടിരിക്കുന്നു. ഫുൾ ഡാൻസേഴ്സ് ഒക്കെ ഇവരാണ് പറയേണ്ടത് ശരിക്കും ഇതിനെപ്പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വളരെ 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 നന്നായിരുന്നു. പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. പിന്നെ ഈ ഫോർമേഷൻസ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ള ഫോർമേഷൻസാണ്. കാണാൻ തന്നെ ഒരു രസവും ഒരു നമ്മൾ ഈ മറ്റേ കൊത്തിയെടുത്ത് വെച്ച പോലത്തേക്കുള്ള രസമായിരുന്നു. എനിക്കൊരു സെൽഫി എടുക്കണം ഇവരെല്ലാവരുടെയും കൂടെ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. താങ്ക് യു. അഫ്ന ആരാന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയില്ല ഇവിടെ നിന്ന്. ശരിക്കും വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. കൊറിയോഗ്രാഫറാണ്. കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ടോ? എവിടെ കൊറിയോഗ്രാഫർ? ഒന്ന് സ്റ്റേജിലോട്ട് വരും. ശരിക്കും നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. ഇത്രയും പഠിപ്പിച്ചു, ഇത്രയും കാരണം ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇത്രയും ഭയങ്കരമായിട്ടല്ലേ ഈ ഫോർമേഷനൊക്കെ ഇത്രയും ഭംഗിയായിട്ട് പഠിപ്പിച്ചെടുക്കാനായിട്ട് പാടായിരിക്കില്ലേ അല്ലേ സൗഭാഗ്യം? അപ്പോൾ അത്രയും നന്നായിട്ട് പഠിപ്പിച്ച് ആ പെർഫെക്ഷനോട് കൂടി അവർ ചെയ്തു. ആ എന്താ പറയുക, മറ്റേ ആ പ്രോപ്പർട്ടീസൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം കൊണ്ട് വെച്ചപ്പോൾ വെറുതെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു. പിന്നെ അതിൽ നിന്നൊക്കെ ആൾക്കാർ ഓരോന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഇതെല്ലാം ആരുടെ ക്രിയേറ്റിവിറ്റിയാണ്? ഇല്ല, എൻ്റെ കുറേ ഐഡിയാസ് മാത്രമായിരുന്നു. ഞാൻ മഞ്ജു ചേച്ചിയുടെ സോങ് സെലക്ട് ചെയ്യണം. മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയുടെ ഈ സോങ്ങിൽ അതുപോലെ തന്നെ സ്റ്റെപ്സ് മോളെ കൊണ്ട് ചെയ്യിക്കണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ചേച്ചിയുടെ ഇഷ്ടം ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ബാക്കി ഫുൾ ചേച്ചി. ഞാൻ ക്ലാസിക്കൽ ഡാൻസർ അല്ല, ഐഡിയാസ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്തത് ചേച്ചിയാണ്, ആര്യ ചേച്ചിയാണ്. 3 വയസ്സ് മുതൽ മോളെ പഠിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് 3 വയസ്സ് മുതൽ മോളെ പഠിപ്പിക്കുന്നത് ആര്യ ചേച്ചിയാണ്. ഓ അടിപൊളി. എനിക്ക് എൻ്റെ കമൻസ് പറയാനുള്ള കഴിഞ്ഞതാ ഭയങ്കര 2 കമൻസ്, 2 പേരുടെ കമൻസ് വരാതിരിക്കണം. അപ്പോൾ അവരെന്താണ് പറയാനുള്ളത് നോക്കാം. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അമ്മു, എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും കൂടുതൽ ആപ്റ്റ് ഇത് പറയാൻ സൗഭാഗ്യ ചേച്ചിയാണ്. സോ ലെറ്റ്സ് പറയൂ, അതിനുശേഷം ഞാൻ ഐ വാണ്ടഡ് ടു ഹിയർ യുവർ കമന്റ്സ് പ്ലീസ്. അമ്മു പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അഫ്നാൻ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഞെട്ടിക്കാണ്. ലിറ്ററലി ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടി വരുന്ന ഒരു ഫാനാണ് അഫ്നാൻ കുട്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2 കൊറിയോഗ്രാഫേഴ്സിനും ഹാൻഡ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ നല്ല പെർഫോമൻസ് ഞങ്ങളുടെ ഇങ്ങനെ വലിയൊരു ഫാനിൽ കൊണ്ടുവരുന്നതിൽ താങ്ക് യു സോ മച്ച്. എല്ലാവരും എനിക്ക് എല്ലാവരും പരിചയപ്പെട്ടാൽ കൊള്ളാവുന്നുണ്ട്. എല്ലാവരോടും പേരൊന്ന് പറയാമോ പ്ലീസ്? വിഷ്ണുപ്രിയ. ഓക്കെ. ലക്ഷ്മിപ്രിയ. നന്ദന. അച്ചോളാ. മീനാക്ഷി. കൊച്ചു കുട്ടികളായ സഞ്ജന. മിത്ര. നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട് ജസ്റ്റ് ഒരു 5 minutes പെർഫോമൻസ് ആണ്, പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട്, ഇത് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കുക പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അത് മൊത്തം ഉണ്ടാക്കുക ഇവരൊക്കെ ഒരുപാട് നേരമായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുകയായിരിക്കും ഫോർ ഷുവർ. കാരണം ഭരതനാട്യം ചെയ്യുമ്പോഴും കുച്ചിപ്പുടി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നേരം വേണം ഡ്രസ്സ് ചെയ്യാൻ. അതേപോലെ അത്രയും നേരം വേണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. ജസ്റ്റ് 5 minutes പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ ഇത്ര അധികം എഫേർട്ട് ഇട്ടു വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതിന് അഫ്നാൻ്റെ പാരൻസിനോടും മാസ്റ്ററിനോടും ടീച്ചറിനോടും ഒരുപാട് താങ്ക് യു. ആൻഡ് നിങ്ങൾ എല്ലാവരും അഫ്നാനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ കോർഡിനേഷൻ, നിങ്ങളുടെ ഫോർമേഷൻസ്, എവറിത്തിങ് ഒന്നും പറയാനില്ല. ലൈക്ക് അടിപൊളിയായിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. സൗഭാഗ്യ, ഗ്രേറ്റ് പെർഫോമൻസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി നന്നായിരുന്നു. വളരെ 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 നല്ല കൊറിയോഗ്രാഫി, സൂപ്പർബ് ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ നന്നായിരിക്കുന്നു. ആൻഡ് ഡ്രസ്സിങ് അപ്പ് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ഒരേപോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഡിഫറൻസ് അറിയാത്ത രീതിയിൽ. ആൻഡ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഐ ഹാവ് സീൻ ദ വേർസ്റ്റ് മേക്കപ്പ്. ഈ ഒരു ട്രെൻഡിൽ ഒരുമാതിരി കുട്ടികളെ വല്ലാണ്ടാക്കണ ഒരു മേക്കപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ ഫെൽറ്റ് അതിനൊരു എക്സെപ്ഷനായിട്ട് എനിക്ക് തോന്നി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉള്ള ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള മേക്കപ്പാണ് ഇതിനകത്ത് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടൊരു കാഴ്ച. അത് ഭയങ്കര പ്ലീസിങ് ആയിരുന്നു. കണ്ണിനത് നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ആൻഡ് കൊറിയോഗ്രാഫി വളരെ നന്നായിരുന്നു. ബ്രില്യൻ്റ് ആയിരുന്നു കൊറിയോഗ്രാഫി. വളരെ നന്നായിരുന്നു.
ആ ഒരു ഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ ടക്ക് 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 ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രാക്ടീസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ റെപ്പിറ്റേഷൻ ഓഫ് സ്റ്റെപ്സേ ഇല്ല, അത് വളരെ നന്നായിരുന്നു. കാരണം ഒട്ടും ഒരു റെപ്പിറ്റേഷൻ ഫീൽ ചെയ്യണേ ഇല്ല. ലാസ്റ്റ് മിനിറ്റ് വരെയും വാവ് എന്നുള്ള ഒരു എലിമെൻറ്റ്സ് തന്നെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മോളുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ആ 3 years തൊട്ട് മോളുടെ ഭരതനാട്യം ബേസ് നല്ലോണം മോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുച്ചിപ്പുടിയിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടവ് ശുദ്ധിയൊക്കെ ഒത്തിരി നന്നായിരുന്നു. എല്ലാവരുടെയും പറയുകയാണെങ്കിൽ അരമണ്ടി എടുത്താലും പിന്നെ ഈ കൈമുട്ട് ഉയർത്തി ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു എല്ലാവരും. ആരും എടുത്ത് ഈ കൊച്ചു കുട്ടികൾ വരെ അത്രയും പെർഫെക്റ്റ്. എനിക്ക് പേര് പോലും പറയാൻ പറ്റുന്നില്ല അതിൻ്റെ മര്യാദയ്ക്ക്, പക്ഷെ അത് ഡാൻസ് എന്ന് പറയുമ്പോൾ സൂപ്പർവായിട്ട് ചെയ്യുന്നു. സോ ഐ തിങ്ക് ഇതൊക്കെ ഒരു ടീച്ചറിന് എന്താണ് ഫൈനലി അസറ്റ്സ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെയായിരിക്കും നിങ്ങളുടെ അസറ്റ്സ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് കിട്ടാവുന്ന എത്രമാത്രം അവാർഡ്സ് ഉണ്ട്, ഇതാ നിൽക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടിയ അവാർഡ്സ് ആണ്. ആൻഡ് അഫ്ന മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇതുപോലൊരു ടീച്ചർ, ഇതേപോലൊരു ക്രിയേറ്റീവ് ഹെഡ് ഇതാ നിൽക്കുന്നു, ഇത്രയും സപ്പോർട്ടീവ് ഡാൻസേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഷോ ഉണ്ട്, അതിൽ നല്ലത് പറയാൻ കുറച്ച് പേര്, ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അനുഗ്രഹിക്കാൻ പേരൻസും ഉണ്ട്. സോ ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ് അഫ്ന. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേപോലെ കുറച്ച് ജനകീയമായിട്ട് ചെയ്താലേ ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ റീച്ച് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ മുഖം ചുളിച്ചു പോകുന്ന ഒരു പുതിയൊരു തലമുറ ആകരുത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് നല്ല പെർഫോമൻസസ് ഇനിയും മുന്നോട്ട് കൊണ്ടുവരണം. സോ അതിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പീസസ് ഇനിയും ആൾക്കാർക്ക് കാണണം എന്നുള്ളൊരു ഫീല് കൊണ്ടുവന്നതിന് സ്പെഷ്യലായിട്ട് കൊറിയോഗ്രാഫേഴ്സിൻ്റെ അടുത്തും ക്രിയേറ്റീവ് ഹെഡിൻ്റെ അടുത്തും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആൻഡ് അഫ്ന, വെരി 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 ബ്യൂട്ടിഫുൾ, സൂപ്പർ. താങ്ക് യു. അപ്പൊ എന്തായാലും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് ചെയ്ത ചേട്ടൻ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് വന്നത്. സുഭാഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. ഓക്കെ, ചേട്ടൻ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഓ ഹായ്, വളരെ നല്ല മേക്കപ്പ് ആയിരുന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞോളൂ അതിനെ പറ്റി. ഐ റിയലി വാണ്ടഡ് ടു സേ ദാറ്റ്. കാരണം നമ്മുടെ വളരെ തെറ്റായിട്ടൊരു ധാരണയായിരുന്നു കുട്ടികളുടെ മേളിലൊരു പെയിന്റ് അടിച്ച് ഒരു മാസ്ക് ഇട്ട് വെച്ച് അവരെ ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. അതല്ലാണ്ട് അവർ ഫൈനലി അവർക്ക് വേണ്ടത് ഒരു ഐഡന്റിറ്റി ആണല്ലോ, അത് കൊടുത്ത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രില്യൻ്റ് ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ, നല്ല മേക്കപ്പ്. അപ്നക്കുട്ടി, എന്തോ നമ്മൾ ഈ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞു സൗഭാഗ്യ ചേച്ചി. അതെന്താന്ന് അറിയണ്ടേ? പിന്നെ അറിയാതെ അറിയിച്ചില്ലെങ്കിൽ ഇപ്പൊ സോങ് മറന്നു. അതാ, അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം. സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.